PG ജെയിംസ് അച്ചായന്, വേദിയിലുള്ള പ്രിയ ഷാജി ചായന്, വേദിയുടെ പിൻഭാഗത്തായി നിലകൊള്ളുന്ന സഹോദരന്മാർ, അമ്മമാർ, പെങ്ങന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ സഹോദരിമാർ, ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വചന ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കുമായിട്ടും ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. 119 കുമ്പനാട് കൺവെൻഷൻ്റെ സഹോദരിമാരുടെ യോഗം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ സിസ്റ്റേഴ്സ് മീറ്റിങ്ങിന് സംബന്ധിക്കുന്നത്. ആ രീതിയിൽ കർത്താവ് ക്രമീകരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രയധികമാണ് എന്നുള്ളത് നാം ഹൃദയപൂർവ്വം കേൾക്കുകയായിരുന്നു. കർത്താവിനെ അറിയും തോറും നമുക്ക് ഉള്ള കടമയും കടപ്പാടും ദൈവത്തോട് വർദ്ധിക്കുകയാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുമ്പോൾ കൂടുതലായിട്ട് കർത്താവിൽ ശരണം പ്രാപിക്കുവാൻ, അല്പം കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് മുഖാന്തരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. കേട്ട സാക്ഷ്യങ്ങൾക്കായിട്ട്, ഗാനങ്ങൾക്കായിട്ട്, എല്ലാ ശുശ്രൂഷകൾക്കുമായിട്ട് ഞാൻ ദൈവത്തെ ഹൃദയത്തിൽ നിന്ന് സ്തുതിക്കുകയാണ്. തുടർന്നുള്ള മിനിറ്റുകളിൽ മറ്റൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നൽകിയ സമയത്തിന് മുൻപ് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. കാരണം മധ്യാഹ്നത്തിൻ്റെ സമയമാണ് എന്നെനിക്കറിയാം. ശരീരത്തിൻ്റെ ബലഹീനത നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആരുടെയും ക്ഷമ പരീക്ഷിക്കുകയില്ല. പക്ഷെ കണ്ണടച്ച് ധ്യാനിക്കരുത്, അതെനിക്ക് നിർബന്ധമാണ്. പേരറിയുകയില്ലെങ്കിലും ഞാൻ ചോദ്യം ചോദിക്കും അങ്ങനെ ചെയ്താൽ. അതുകൊണ്ട് അതിന് മുതിരുകയില്ല എന്നുള്ള വലിയ ബോധ്യം. നിങ്ങൾ ചിന്തിക്കാം, ഈ കൂട്ടത്തിൽ ഇരുന്നാൽ എന്നെ അറിയാമോ? അറിയുകയില്ല, പക്ഷെ കാണാം. അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ലോകം മൊത്തവും കാണും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിശുദ്ധ തിരുവെഴുത്തിലെ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് സഹോദരിമാരുടെ ഈ യോഗത്തിൽ സംസാരിപ്പാനായിട്ട് കർത്താവ് എനിക്ക് തന്നിട്ടുള്ളത്. അതിനാധാരമായി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധയോടെ നോക്കണം. നമുക്ക് മാർക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 41 to 44, മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പ്രിയ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേൾക്കുകയായിരുന്നു. നമ്മുടെ ഹൃദയങ്ങൾ മുള്ളുകളായി തീരാതെ, ഉപജീവനത്തിൻ്റെ ചിന്തകൾ ലോകത്തിൻ്റെ ചിന്തകളായി തീരാതെ, കർത്താവിൻ്റെ വചനം സമൃദ്ധമായി ഫലം കൊടുക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ചിന്തയോട് ചേർന്ന് ഇതും മുഖാന്തരമാകട്ടെ. നമുക്ക് നോക്കാം. മർക്കോസ് 12:41 മുതൽ 44 വരെ. പിന്നെ നമ്മുടെ കർത്താവ് സ്ത്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവിടുന്ന് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ വിധവ, ഈ ദരിദ്രയായ വിധവ ഏറ്റവും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 44-ാം വാക്യം, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന അനുഗ്രഹീതമായ കാഴ്ചയാണ് കാണുവാൻ കഴിയുക. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ഭരമേൽപ്പിച്ച സമയം മുതൽ ഞാൻ വളരെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് നൽകിയ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഏറ്റവും കുറഞ്ഞത് ഈ 5 കൂട്ടം കാര്യങ്ങളെങ്കിലും ഈ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പ്രയോജനപ്പെടത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 5 എന്നാണ് ഞാൻ പറഞ്ഞത്. 5 മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പറ്റുന്ന കാര്യങ്ങൾ സമയപരിധിയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ഈ ഭാഗം നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഇതറിയാത്തൊരു ഭാഗം അല്ല, നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം.
എന്നാൽ ഈ ഭാഗത്ത് നിന്ന് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുക. ആദ്യം തന്നെ പറയുമ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് 3 കാര്യങ്ങൾ കർത്താവ് എൻ്റെ മനസ്സിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുവാനും ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള വിഷയമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലൊന്ന് പ്രയോജനപ്പെടാനായിട്ട് ഇന്ന് ഉണ്ടാകേണ്ടത്, കർത്താവെ എന്നോട് ഇടപെടണം, എന്നോട് സംസാരിക്കണം, ഞാനൊരു മുള്ളുകളുടെ ഇടയിലുള്ള ഹൃദയമുള്ള വ്യക്തിയായി തീരരുത്. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ പല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ലോകപ്രകാരം, അല്ലെങ്കിൽ കർത്താവിനായി ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അതെല്ലാം ശരിയായ ട്രാക്കിലായിരുന്നോ? വരുന്ന നാളുകളിൽ എനിക്ക് ഒത്തിരി പ്രയോജനപ്പെടേണ്ടതിന് അവിടുന്ന് എന്നോട് ഇടപെടണം. അത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ കാര്യമായിട്ട് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ സഹോദരിയെക്കുറിച്ച് അവൾ മറഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയാണ്. വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയായിട്ട് നമുക്ക് ഈ സ്ത്രീരത്നത്തെ കാണാനായിട്ട് കഴിയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ച് കാണും, എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്ന ഒരു സഹോദരി എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അതിന് വളരെ ലളിതമായ കാരണമാണുള്ളത്. അവളുടെ പേരെന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവളെക്കുറിച്ച് ഒരു വിശദാംശങ്ങളും നമുക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. അവളുടെ മേൽവിലാസത്തെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞാൻ പറയട്ടെ, മറഞ്ഞിരിക്കുന്ന ഈ സഹോദരിക്ക് 3 കൂട്ടം കാര്യങ്ങളെങ്കിലും ഒന്നാമത്തെ വിഷയത്തോട് ബന്ധപ്പെടുത്തി നമ്മളോട് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഈ മറഞ്ഞിരിക്കുന്ന സഹോദരി നമ്മളോട് പറയുന്ന ആദ്യത്തെ വിഷയം എന്താ? സഹോദരിമാർക്ക് മാത്രമല്ല, സഹോദരന്മാർക്കും ബാധകമാണ്. പക്ഷെ ഇത് സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് നിങ്ങളുടെ കാര്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആ മറഞ്ഞിരിക്കുന്ന സഹോദരി, ഒന്നാമത്തെ വിഷയം, അതിൽ ആദ്യമായിട്ട് നമുക്ക് കേൾക്കാനായിട്ടുള്ളത്, ദൈവം നമ്മോട് പറയുന്നത്, അല്ലെങ്കിൽ ഈ സഹോദരി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം, അവൾ മൗനമായിട്ട് എന്നാൽ വാചാലമായി പറയുന്നൊരു വിഷയമുണ്ട്. നമുക്കെല്ലാം മറഞ്ഞിരുന്ന് ചെയ്യേണ്ടുന്ന പല ശുശ്രൂഷകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏറെ കൃപ വേണ്ടത് ഇതിനാ. എൻ്റെ പിതാവ് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, എടാ, ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാനാണോ കൃപ വേണ്ടത്, പ്രതികരിക്കാതിരിക്കാനാണോ? ഏതിനാ കൃപ വേണ്ടത്? പ്രതികരിക്കാൻ പ്രത്യേകിച്ച് കൃപയൊന്നും ആവശ്യമില്ല. ലോകം എന്താ പറയുന്നത്? നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ നീ തിരിച്ചതിനെന്ത് ചെയ്യണം? പ്രതികാരം ചെയ്യണം. നിന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, വിശ്വാസികളും പറയാറുണ്ട്, ഒന്ന് പറഞ്ഞാൽ 2 എണ്ണം തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നീ ആരാ? മണ്ടനാണ്. ഇതിന് കൃപ ആവശ്യമില്ല, ഒരാവശ്യവുമില്ല. അത് മനുഷ്യത്വത്തിലുള്ളതാ. പക്ഷേ നാം കൃപയോടുകൂടെ നിൽക്കുന്നെങ്കിൽ മാത്രമേ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് തന്നെ ഇവിടുത്തെ വിഷയവും. മറഞ്ഞിരിക്കാതെ പല കാര്യങ്ങൾ പുറമേ ചെയ്യുവാൻ. അതിൻ്റെ അർത്ഥം പുറമേ ചെയ്യുന്ന മോശമാണെന്നല്ല, അത് കർത്താവ് തരുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് പുറമേ നാം ചെയ്യുന്നതിലും കൃപയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവമേൽപ്പിക്കുന്ന ഏത് ശുശ്രൂഷയും ചെയ്യണം. അത് മറ്റൊരു തലമാണ്. എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ, പബ്ലിക്കിൽ പലരുടെ പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തി ചെയ്യുന്നതിനേക്കാൾ ഏറെ കൃപ ആവശ്യമുണ്ട് മറഞ്ഞിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ സഹോദരി മൗനമായിട്ട് മറഞ്ഞിരിക്കുന്ന സഹോദരി ആദ്യം നമ്മോട് പറയുന്ന വിഷയമെന്ന് പറയുന്നത്, നമുക്ക് ശാന്തമായിട്ട് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ, അല്ലെങ്കിൽ മറ്റാരും നമ്മളോട് അറിയാതെ, രഹസ്യ തലത്തിൽ സ്വർഗത്തിലെ അപ്പൻ നമ്മളോട് രഹസ്യമായിട്ട് ഏൽപ്പിക്കുന്ന ചില നിയോഗങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്താം, അതെന്താണെന്ന് ഓരോരുത്തരും കർത്താവിനോട് ചോദിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറഞ്ഞിരുന്ന് ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ നമുക്കുണ്ടാവണം. 2024 നമ്മളെ വിട്ട് കടന്നു പോകുകയാണ്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ, തമ്പുരാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നെങ്കിൽ 2025 നാം പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിൽ, അവസാനത്തെ ദിവസത്തിൽ വന്നിരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മറഞ്ഞിരുന്ന് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേല, ഏതെങ്കിലും ഒരു ശുശ്രൂഷ, പ്രിയ സഹോദരിമാരെ, വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടോ? അനേകരെ സംബന്ധിച്ച് എല്ലാത്തിലും പോയി കൈയിടും. ശരിയല്ലേ? കാണുന്നതിലെല്ലാം കൈയിടും. അവിയൽ പരുവത്തിലാണ്. കാര്യം എന്നാ? എന്തിനു വിളിച്ചു എന്ന് അറിയത്തില്ല.
ഏതാണ് തമ്പുരാൻ ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ടോട്ടൽ കൺഫ്യൂഷനാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ഒരു വ്യക്തിയെ കർത്താവ് ചില നിയോഗങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവം എല്ലാത്തിലും ഇടപെടുവാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന മറഞ്ഞിരുന്ന് ചെയ്യേണ്ടുന്ന ചില ശുശ്രൂഷകളിലേക്ക് ഈ രാവിലത്തെ സമയം ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കുകയാ. ആ മറഞ്ഞിരുന്ന് ചെയ്യാനായിട്ട് ഏറെ ദൈവകൃപ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള അനേകരെ വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 5 അപ്പവും 2 മീനും കർത്താവിന് കൊടുത്ത ഒരു ബാലനെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവൻ്റെ പേരറിയാമോ? എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിൽ അവൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആ ബാലനെ സംബന്ധിച്ച് മറഞ്ഞിരുന്ന് അവൻ്റെ പ്രായത്തിനനുസരിച്ച് അവന് ചെയ്യാൻ കഴിഞ്ഞൊരു ശുശ്രൂഷയെക്കുറിച്ച് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്ലാഘനീയമായിട്ട് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? അവൻ്റെ പിന്നിൽ ഒരപ്പനും ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയെപ്പറ്റി എല്ലാവരും പറയാറുണ്ട്, അപ്പന്മാരും ഉണ്ട്. മറക്കണ്ട, അപ്പന്മാരും അമ്മമാരും ഉണ്ട്. കാര്യം ഇവർ രണ്ടുപേരെ ആരും തടഞ്ഞായിരുന്നെങ്കിൽ ഈ ചെറുക്കൻ എന്നാ ചെയ്യത്തില്ലായിരുന്നു? കൊടുക്കുകയില്ലായിരുന്നു. നമ്മൾ നമ്മുടെ പിള്ളേരോട് സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, മോനെ ഇത് നിനക്ക് തന്നതാ, ആര് ചോദിച്ചാലും നീ എന്നാ ചെയ്യരുത്? കൊടുക്കരുത്. കൊടുക്കരുതെന്ന് മാത്രമല്ല, നിന്റെ കയ്യിൽ ഇങ്ങനൊരു സാധനമുണ്ടെന്ന് നീ പറയുകയേ ചെയ്യരുത്. നിന്റെ ബാഗിനകത്ത് ഏറ്റവും ഉള്ളി വെച്ചിട്ട് ആരും കാണാത്തൊരു സമയത്ത് നീ എടുത്ത് നിനക്ക് തന്നെ അങ്ങ് കഴിച്ചോണം. ഞാൻ പറയട്ടെ, ആ അപ്പനും അമ്മയും ആ കുഞ്ഞിനെ അവർ കൂടെ ഉണ്ടായിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ അപ്പനും അമ്മയും അവനോട് ശാന്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എഴുതിയിട്ടൊന്നുമില്ല, മോനെ യേശുപ്പത്തിൻ്റെ പ്രസംഗം കേൾക്കാനാ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നീ പോകുന്നത്. ഇത് കർത്താവ് നിന്നോട് പറയുന്ന ഏത് കാര്യവും നീ ചെയ്തോണം. അതിന് മറ്റാരെയും നോക്കേണ്ടെന്ന് ആവശ്യമില്ല. ഞാനിങ്ങനെ പറയട്ടെ, ഇന്ന് നമുക്ക് അവൻ്റെ പേരറിഞ്ഞുകൂടാ, ആ അമ്മ ആരാണെന്ന് അറിഞ്ഞുകൂടാ, ആ അപ്പൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഈ ബാലനെ, ഇപ്പം പുള്ളി ബാലനൊന്നുമല്ല, ആ ബാലനെ അങ്ങനെ അങ്ങ് പറയട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ആദരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ദൈവസന്നിധിയിൽ ഞാൻ വളരെ വ്യക്തമായി പറയാം, മറഞ്ഞിരുന്ന് ചെയ്യേണ്ടുന്ന നിരവധി ശുശ്രൂഷകൾ ഉണ്ട് എന്ന് മറഞ്ഞിരിക്കുന്ന ഈ സഹോദരി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ചോദിക്കും, എന്നാ ശുശ്രൂഷ? അത് കർത്താവിനോട് ചോദിക്കണം. എന്നാൽ ഞാൻ ഒരു വാക്ക് പറയാം. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, കൃപയിൽ ആശ്രയിച്ച് ചിരിക്കുന്നത് പോലും ഒരു ശുശ്രൂഷയാണ്. അങ്ങനെ രക്ഷയിലേക്ക് വന്നവര് എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിപ്പോൾ ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ചോദിക്കട്ടെ, 2024 നിങ്ങളെ വിട്ട് പോകുമ്പോൾ ഈ 2024 മറഞ്ഞിരുന്ന് ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി എൻ്റെ പ്രിയ സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ കർത്താവിനോട് ചോദിക്കണം, എൻ്റെ ദൈവമേ, മറഞ്ഞിരുന്ന് ചെയ്യുന്ന, ആരും അറിയാതെ അങ്ങും ഞാനും മാത്രം അറിയുന്ന ആ ചില ശുശ്രൂഷ മേഖലകൾ അത് ദൈവം അനുവദിച്ച പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് കർത്താവെ എന്നെ സഹായിക്കണേ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു വാക്ക് പറയാം. അത് നിങ്ങൾക്ക് പലർക്കും അനുഭവമുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട്. ദൈവദാസന്മാർക്കും ഈ അനുഭവമുണ്ട്. എൻ്റെ മാത്രം കാര്യമല്ല. പലപ്പോഴും ദീർഘമായ യാത്രകളിൽ, പലപ്പോഴും പല എയർപോർട്ടുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ബസ് സ്റ്റാൻഡുകളിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പാസ് ചെയ്യുമ്പോൾ, ഞാൻ 19ാമത്തെ വയസ്സിലെ ഡയബറ്റിക്കാണ്. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, പലപ്പോഴും ശരീരവും മനസ്സും ഒക്കെ തളർന്ന് യാത്ര ചെയ്യുമ്പോൾ ചില ആൻറ്റിമാര്, ചില അമ്മമാര്, ചില സഹോദരിമാര് ഒരു ചപ്പാത്തി ഇങ്ങനെ റോൾ ചെയ്ത് കയ്യിലൊരു മുട്ടയും വെച്ചിട്ട് കൊണ്ടു തരാറുണ്ട്. ഞാൻ പറയട്ടെ, അത് നിങ്ങൾക്കൊരു സാധാരണ സംഭവമായിരിക്കാം. എന്നാൽ കർത്താവിൻ്റെ വേലയിൽ ഓടുന്ന ചില ശരീരം തളരുന്ന അവസരത്തിൽ മറഞ്ഞിരുന്ന് ചില അമ്മമാരും സഹോദരിമാരും ചെയ്യുന്ന ആ ചെറിയതെന്ന് പറയുന്ന ശുശ്രൂഷയുണ്ടല്ലോ, അതാണ് അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാനുള്ള ബലം ശരീരത്തിന് തരുന്നത്, മനസ്സിന് തരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നോക്കിയാൽ നിരവധി അവസരങ്ങളുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കണ്ണാടി വെച്ചാൽ മാത്രമേ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയും, എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ അവസരങ്ങളില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് കർത്താവിനോട് പറയണം, തമ്പുരാനെ, അങ്ങയുടെ കണ്ണാടി എനിക്കൊന്ന് തരണം. ആ കണ്ണാടി നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു വെക്കുവാൻ കഴിഞ്ഞാൽ മറഞ്ഞിരുന്ന് ചെയ്യാൻ കഴിയുന്ന അനേക ശുശ്രൂഷകൾ നമുക്കുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ വിഷയം അതാണ്. മറഞ്ഞിരുന്ന് ചെയ്യുന്ന സഹോദരി പറയുന്ന ഒന്നാമത്തെ കാര്യം, മറഞ്ഞിരുന്ന് ചെയ്യേണ്ടുന്ന ചില വേലകൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ ഒന്നാമത്തതിൽ തന്നെ, ആ
മറഞ്ഞിരിക്കുന്ന സഹോദരിയെ പറ്റി ഞാൻ ഒരു കാര്യം വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക. അവളെ മനുഷ്യരാരും അറിഞ്ഞില്ലെങ്കിലും ആരറിഞ്ഞു? സ്തോത്രം, നമ്മുടെ കർത്താവ് അറിഞ്ഞു. അതവിടുത്തെ വിഷയമാണ്. മനുഷ്യരാരും, അത് ഞാൻ മറ്റൊരു തരത്തിലും പറയുന്നുണ്ട്, മനുഷ്യരാരും അറിഞ്ഞിട്ടില്ല, പക്ഷേ അവളെ കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. നോക്കുക, 43-ാം വാക്യം 12-ാം അധ്യായം നാം വായിച്ച മർക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 43-ാം വാക്യത്തിൽ, അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ, അപ്പൊ ഈ ദരിദ്രയായ വിധവയാണെന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് വീണ്ടും താഴേക്ക് വരുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് 44-ാം വാക്യത്തിൽ, ഇവളോ തനിക്കുള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയെ മറ്റാരും അറിഞ്ഞിട്ടില്ല, പക്ഷേ ആരറിഞ്ഞിട്ടുണ്ട്? അറിയേണ്ടുന്നവൻ അവളെ അറിഞ്ഞു. ഞാൻ ഇന്ന് വളരെ വേഗത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടായാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. എന്താ? നമ്മളെ എല്ലാവരും അറിയുക എന്നുള്ളതല്ല, അങ്ങനെയുള്ള മിനിസ്ട്രികളുണ്ട്, അത് മറന്നിട്ടുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആരും അറിയാതെ, മറ്റാരും എന്നെ അറിയുന്നില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ വ്യക്തമായിട്ട് അറിയുന്നുവെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിത്തരേണ്ടതിന് അറിയേണ്ടുന്നവൻ മാത്രം എന്നെ അറിഞ്ഞാൽ മതി. ആ അറിയേണ്ടുന്നവൻ അറിയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയോജനപ്പെടുമെന്നുള്ള ആ വലിയ വിഷയം നമ്മുടെ ജീവിതത്തിൽ വരണം. ഒരു കാര്യം ഞാൻ അവിടെ എടുത്തു പറയാനായിട്ട് ഹൃദയത്തിൽ കർത്താവ് തരുന്നത് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ അറിയേണ്ടുന്നവൻ അറിയുമ്പോൾ പിന്നിൽ ഒരു സംഭവം ഉണ്ടാകും. അതായത് ഇതൊരു ആത്മീയ വിഷയമാണ്. അതായത് ദൈവം തമ്പുരാൻ നമ്മളെ അറിയുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ അറിയുമ്പോൾ നരകത്തിൻ്റെ ശക്തികൾക്ക് നമ്മളെ ഉപയോഗപ്പെടുത്തുന്നത് പിശാചിനൊരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, അറിയേണ്ടുന്നവൻ അറിയുമ്പോൾ മറ്റൊരു തലത്തിൽ പിശാചും അവന്റെ സൈന്യവും ആരെ കർത്താവ് ഉപയോഗിക്കുന്നുവോ ആ വ്യക്തിയെ പിന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് അനേക വസ്തുതകൾ അവൻ ഒരുക്കുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുക. കുത്തുവാക്കുകൾ കേട്ടേക്കാം, നല്ല വാക്ക് ആരും പറയാനുണ്ടായില്ലെന്ന് വന്നേക്കാം, ഏകാന്തത ധാരാളം വന്നു എന്ന് വന്നേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, ചെയ്യേണ്ടതാണോ ചെയ്യുന്നത്? കർത്താവ് ഏൽപ്പിച്ചതാണോ? മറഞ്ഞിരുന്ന് ചെയ്യുവാൻ കർത്താവ് പറഞ്ഞ വിഷയം ചെയ്യാതെ നാം ക്രമം വിട്ടിട്ട് ചെയ്യുന്ന വിഷയമാണെങ്കിൽ അതിന് സ്വർഗം ഉത്തരവാദിയല്ല, ദൈവം അതിന് ജാമ്യം നിൽക്കുകയില്ല. എന്നാൽ വളരെ വ്യക്തമായി പറയാം, അറിയേണ്ടുന്നവൻ അറിയുന്ന ആ ശുശ്രൂഷ ഞാൻ ശാന്തമായി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഏത് വന്നാലും സ്വർഗത്തിലെ തമ്പുരാൻ നമ്മുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം ഞാൻ വളരെ വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക. മോശ, നിങ്ങൾ ആ മനുഷ്യൻ്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കണം. അട്ടെ, ഈ മോശ ജീവനോടിരുന്നപ്പം നല്ല വാക്ക് അധികം ആരും പറഞ്ഞതായിട്ട് എങ്ങും അധികം രേഖപ്പെടുത്തിയിട്ടില്ല. നല്ല മനുഷ്യനാണെന്ന് ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ഈജിപ്തിൻ്റെ കൊട്ടാരക്കെട്ടുകളിൽ നിന്നിറങ്ങി ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് മടങ്ങിച്ചെന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ട് അവൻ ഇസ്രായേൽ ജനവുമായി 40 വർഷം മരുഭൂമിയിൽ നടക്കുകയാ. എന്തെല്ലാം കുത്തുവാക്ക് കേട്ടു, ശരിയല്ലേ? എപ്പോഴും പരാതി മാത്രം, ഒന്നും രണ്ടുമല്ല. 40 ലക്ഷം ഇസ്രായേലിയർ ഒരു മനുഷ്യനെതിരെ തിരിഞ്ഞ് കൂടെ നിൽക്കേണ്ടുന്ന അഹരോനും സ്വന്തം സഹോദരിയായ മിരിയാമും പോലും കുറ്റപ്പെടുത്തുമ്പോൾ ആ മോശയോട് ചോദിക്കുക, എന്താണ് മോശെ അങ്ങയുടെ ധൈര്യം? അദ്ദേഹം പറയും, എന്നെ അറിയേണ്ടുന്നവന് ഒന്ന് പറ, എന്നെ അറിയേണ്ടുന്നവന് എന്നെ അറിയാം. അതാണ് തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ ധൈര്യം. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി പറയട്ടെ, നമുക്ക് മറഞ്ഞിരുന്ന് ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ചെയ്യുമ്പോൾ പ്രതികൂലങ്ങൾ വന്നുവെന്ന് വരാം. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളെ ആർക്കും പ്രിയമില്ല എന്നും വന്നേക്കാം. എന്നാൽ മറഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ അറിയേണ്ടുന്നവൻ നമ്മളെ അറിയുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി രൂഢമൂലമാക്കി നമ്മുടെ ഹൃദയത്തിൽ നൽകി തരുമ്പോൾ ആ സമയത്ത് ധൈര്യപ്പെടാൻ കഴിയണം. എന്നെ കർത്താവിന് അറിയാം. അതിനോട് ചേർന്ന് വരുന്നതാണ് ഒന്നാമത്തെ വിഷയത്തിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. മറഞ്ഞിരിക്കുന്ന സഹോദരി പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നല്ല,
അവളെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. അവളെ ഈ ലോക ജീവിതത്തിൽ മറ്റാരും അറിഞ്ഞിട്ടില്ല, അവളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, അവളുടെ മേൽവിലാസം ആർക്കും അറിഞ്ഞുകൂടാ. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അവളെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ആദരിക്കപ്പെടുന്ന ദിവസത്തെ നോക്കി വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ ചില കാര്യങ്ങൾക്ക്, ലോകത്തിലുണ്ടാകുന്ന നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലഹീനത കൊണ്ട് ചിലപ്പോൾ ഇവിടെ വെച്ച് ന്യായം കിട്ടിയെന്ന് വന്നേക്കാം. ചിലരിൽ ദൈവം അങ്ങനെ പ്രസാദിച്ചേക്കാം. എന്നാൽ ഈ ഭൂമിയിൽ കർത്താവിനായി ശരിയായി നിന്നിട്ട് ജീവിതകാലം മുഴുവൻ ആരാലും തിരിച്ചറിയപ്പെടുവാൻ കഴിയാതെ കുറ്റങ്ങളും പരാതികളും മാത്രം കേട്ട് മരിക്കുമ്പോൾ പോലും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാതെ നിത്യതയിലേക്ക് മറഞ്ഞുപോയ എത്രയോ ഭക്തകൾ നമ്മുടെ മധ്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവരുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, നമ്മളെക്കാൾ കൂടുതൽ അവർ ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു. ഇവൻ മറഞ്ഞിരുന്ന് ചെയ്തത് ഞാൻ വെളിപ്പെടുത്തുന്ന ദിവസം വരെ അവനത് ഉൾക്കൊള്ളുവാൻ കഴിയുമെങ്കിൽ എനിക്ക് എൻ്റെ ഭാരം ചുമക്കുവാൻ ആ വ്യക്തിയെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ വെച്ച് ചില ന്യായങ്ങൾ വെളിപ്പെട്ടുവെന്ന് വരികയില്ല. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവിടെ വെച്ചൊരു പ്രതിഫലം കിട്ടുന്നതാണോ നല്ലത്, അതോ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരത്തിന്റെ മുൻപാകെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ അറിയേണ്ടുന്നവൻ, ഹൃദയത്തിന്റെ ചിന്തകളെയും നിലവുകളെയും അറിയുന്നവൻ, സഭയുടെ കാന്തനായിട്ടുള്ളവൻ, കാൽവരിയുടെ ക്രൂശില് പ്രാണൻ തന്ന ആ പ്രാണപ്രിയൻ പേര് വിളിച്ച് നമ്മളെ ആദരിക്കുന്നൊരു ദിവസമാണോ നമുക്ക് വേണ്ടത്? ഈ ചിന്തയാകണം നമ്മുടെ പ്രചോദനം. നമ്മളെല്ലാവരും തള്ളിക്കളഞ്ഞാലും എന്നും ഈ വേദിയിൽ നിൽക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത്, അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, കർത്താവ് തൻ്റെ ദാസന്മാരെ, കർത്താവ് തൻ്റെ മക്കളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ, കർത്താവിനെ വിശ്വസിക്കുന്നവരെ, കർത്താവിന് വേണ്ടി മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിക്ഷേപ പാത്രങ്ങളെ ദൈവം ഒരിക്കലും തറയിലിട്ട് എറിഞ്ഞു കൊടുക്കുകയില്ല. ദൈവം അവരുടയ്ക്കപ്പെടുന്നുവെന്ന് മനുഷ്യർക്ക് തോന്നിയാലും തൻ്റെ നിക്ഷേപത്തിൻ്റെ പാത്രങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൾ ആദരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ആ മറഞ്ഞിരിക്കുന്ന സഹോദരി പറയുന്ന മൂന്നാമത്തെ വിഷയമെന്ന് പറയുന്നത്. നമുക്കറിയാം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-2 വാക്യങ്ങൾ വിശദീകരിക്കാതെ പറയട്ടെ. കൊലോസ്യ ലേഖനം 3:1-2, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അർത്ഥാൽ രക്ഷിക്കപ്പെട്ടു എങ്കിൽ, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്, അതാണ് ആ ലാക്കിലേക്ക് നോക്കണം, ഉയരത്തിലുള്ളത് നോക്കണം. എന്നിട്ട് പറയുക 2-ാം വാക്യത്തില്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അവളുടെ മുൻപിൽ ആദരിക്കപ്പെടുന്ന ഒരു ദിവസത്തിനു വേണ്ടി അവൾ കാത്തിരുന്നു. അവളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകളെ, നിന്നെ ആരും ഇവിടെ അറിയണ്ട, നിന്നെ ഇവിടെ ദരിദ്രയായ വിധവ എന്ന് പറഞ്ഞാൽ മതി, നിന്നെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക. പക്ഷേ ഒരു മഹാസമ്മേളനത്തിൻ്റെ ദിവസം വരാനായിട്ട് പോവുകയാ. അന്ന് നിന്നെ അറിയുന്ന ഞാൻ നിന്നെ എല്ലാവരുടെയും മുൻപിൽ വിളിച്ച് ആദരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്ത ശക്തമായിട്ട് വരണം. അങ്ങനെ വന്നാൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചിരിക്കത്തേ ഉള്ളൂ. ഉപദേശപരമായ കാര്യങ്ങൾ തിരുത്തണ്ടെന്നല്ല, അത് നിങ്ങൾ ചെയ്യേണ്ടതല്ല, അത് വേറൊരു വിഷയം, അങ്ങോട്ടേക്ക് പോകണ്ട. അതിനൊരു സർക്കിൾ വേറെയുണ്ട്. അതിൽ ദൈവം തന്ന പ്രകാശം പോലെ, അതാണ് ഞാൻ പറഞ്ഞ ക്രമം വിട്ട് ചെയ്യരുത്. സഹോദരിമാർക്ക് ദൈവം വെച്ച ക്രമം വിട്ട് ചെയ്യുന്നതിനെ അംഗീകരിക്കുന്ന ഒരു ദൈവമല്ല വിശുദ്ധ ബൈബിളിലെ ദൈവം. അതുകൊണ്ട് പുരുഷന്മാരായാലും ഓരോ വ്യക്തികളെയും ഏൽപ്പിച്ചിട്ടുള്ള ക്രമത്തിനപ്പുറത്തേക്ക് പോകുന്നത് ക്രമങ്ങളുടെ ദൈവത്തിന് യോജിക്കുന്നതല്ല. ദൈവം അതിന് അനുവാദം തരുന്നില്ല. എന്നാൽ ദൈവം തന്ന സർക്കിളിനകത്ത് നിന്നുകൊണ്ട് ദൈവം തരുന്ന ശുശ്രൂഷകൾ, ദൈവം തരുന്ന നിയോഗങ്ങൾ, ദൈവം തരുന്ന കാഴ്ചപ്പാടുകൾ, അത് അറിയേണ്ടുന്നവൻ അറിയുന്നുവെന്ന ബോധ്യത്തോടെ മൗനമായി നിന്ന് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരാൻ അതിന് ഉയരത്തിലെ ദിവസത്തെ കാണണം, ലാക്കാക്കണം. അതിനെ തന്നെ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് പറഞ്ഞാട്ടെ, പിന്നിലുള്ളത് മറന്നും മുന്നിലേക്ക് ആഞ്ഞ് ആ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായി. ഹല്ലേലൂയ. അതാ പിന്നിലുള്ളത് എന്ത് ചെയ്യണം? പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ക്ഷമിച്ചു, പക്ഷെ ഞാൻ എന്നാ ചെയ്യത്തില്ല,
മറക്കല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാനേ അല്ലേ. കർത്താവ് പറഞ്ഞു, ഞാൻ ഇനി നിൻ്റെ പാപങ്ങളെ വല്ലപ്പോഴൊക്കെ ഓർക്കുമ്പം പറയാവുന്നതാണോ? എന്നാൽ വല്ലപ്പോഴൊക്കെ കാണുമ്പം പറയാവുന്നതാണോ? അല്ല. നിൻ്റെ പാപങ്ങളെ ഞാൻ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞു. അങ്ങനെയല്ലേ കുഞ്ഞെ? എന്നിട്ട് എന്നാ പറയുന്നു? ഇനി ഞാൻ അതിനെ ഓർക്കയുമില്ല. പ്രിയ സഹോദരിമാരെ, പഴയതിനെ മറക്കാൻ കഴിയണം. കഴിഞ്ഞ കാലങ്ങളുടെ പരാജയം ക്രിസ്തു ക്ഷമിച്ചുവെന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓർക്കേണ്ട ആവശ്യമില്ല. പിശാച് പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുത്ത് ആയുസ് കളയരുത്. മറിച്ച് യോഗ്യമായ നിലയിൽ വചനത്തിന്റെ ക്രമത്തിൽ ആദരിക്കപ്പെടേണ്ടുന്ന ദിവസത്തെ മാത്രം നോക്കുക. ആട്ടെ, മുമ്പിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ സഹോദരിയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അത് 42 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. 42 വാക്യത്തിൽ ദരിദ്രയായ ഒരു വിധവ. എന്നിട്ട് അടുത്തൊരു പ്രയോഗം കൂടെയുണ്ട്. എന്നതാ? ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ്. അവളുടെ പരിമിതി എന്താ? 1, അവൾ ആരാ? ദരിദ്രയാ. 2, അവൾ ആരാ? വിധവയാ. വൈധവ്യം ഒരു പാപമൊന്നുമല്ല, ദൈവം അനുവദിക്കുന്നതാ. പക്ഷെ ലോകത്തിന് അത്ര ഇഷ്ടമല്ലത്. അനാഥന്മാരെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു വാക്യം കേട്ടു, 68 സങ്കീർത്തനത്തിൽ അതിൻ്റെ 5 വാക്യത്തിൽ അവിടുന്ന് അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാണ്. ഞാൻ ചോദിക്കട്ടെ, അതിനപ്പുറത്തേക്ക് ഏത് ഗ്യാരണ്ടിയാ ദൈവം നമുക്ക് തരേണ്ടത്? വല്ലതും വേണോ? ദൈവം പിതാവായി വരിക. സ്തോത്രം. സാക്ഷ്യത്തിലൊക്കെ അത് കേട്ടായിരുന്നു അല്ലേ? ദൈവം പിതാവായി വരിക. ഭൂമിയിലെ ഒരപ്പൻ ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്യുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് പറഞ്ഞാട്ടെ. കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ഏത് പിതാവിനേക്കാൾ പിതാക്കന്മാർ നമുക്ക് വേണം, അത് നമ്മുടെ അഭിമാനമാണ്. പക്ഷേ ഏത് പിതാവിനേക്കാൾ നന്നായിട്ട് സകലവും ചെയ്യുവാൻ കഴിയുന്ന ഒരു പിതാവ് അനാഥന്മാർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഒരു ന്യായപാലകൻ വിധവമാർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ കഴിയുക, അവളുടെ പരിമിതി എന്ന് പറയുന്നത് ഈ ലോകം കണ്ട 2 പരിമിതിയാ. 1, ദരിദ്രയാ. മലയാളത്തിൽ പറഞ്ഞ 5 പൈസ കയ്യിൽ എടുക്കാനില്ല. അത് പിന്നീട് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം എത്ര ദരിദ്ര. ആ ദരിദ്ര എന്ന വാക്ക് തന്നെ അവളുടെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതാ. ഓർക്കണം, നമ്മുടെ കർത്താവ് ധനവാന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അതേ കർത്താവ് ദരിദ്രരെയും ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്തേനെ? ദരിദ്രരോടെല്ലാം പറഞ്ഞേനെ അങ്ങോട്ട് മാറിയിക്ക്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞേനെ അല്ലേ? ബർത്തിമായി. ഞാൻ എപ്പോഴും ആ മനുഷ്യൻ്റെ കാര്യം ഓർക്കാറുണ്ട്. ഈ കർത്താവ് നടന്നു പോകുന്ന വഴിയിൽ ശിഷ്യന്മാർ പോലും പറഞ്ഞു തന്നെ, ഗുരുവിന് വേറെ ഒത്തിരി കാര്യമുണ്ട്, നീ വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. അങ്ങനെ തന്നെയാ അല്ലയോ വെച്ചാൽ? അങ്ങനെ തന്നെയാ. നീ ബഹളമൊന്നും ഉണ്ടാക്കല്ലേ, നീ ഉറക്കെ കിടന്ന് വിളിക്കല്ലേ, യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണമെന്ന് നിന്റെ വോളിയമൊക്കെ കുറച്ച്. ഗുരുവിന് വേറെ എന്തെല്ലാം പരിപാടിയുണ്ടെന്നറിയാമോ? ഈ ശിഷ്യന്മാരെ കൊണ്ടുപോകേണ്ടത് ഇവരുടെ പണി എന്നതാ. ശിഷ്യന്മാരുടെ പണി എന്നതാ. ഈ കർത്താവിൻ്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളിനെ കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിക്കണം. പക്ഷെ അവരെത്തിച്ചോ? നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത് പലപ്പോഴും. നമ്മുടെ ചുറ്റും കരയുന്ന ആളുകൾ, നമ്മുടെ ചുറ്റും വരുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കണ്ണാടി വെക്കാത്തത് കൊണ്ട് നമുക്ക് അനേകരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുക്കലെത്തുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. എൻ്റെ പിതാവ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് മുൻപിൽ നമ്മുടെ അടുക്കൽ വരുന്ന ഒരാളുണ്ട്. അയാളോട് സ്നേഹത്തിൽ ഇടപെട്ടാൽ, നാം നമ്മുടെ ശുശ്രൂഷ മനസ്സിലാക്കി ഇടപെട്ടാൽ ആ വ്യക്തികളെ നേടുവാൻ ഒരു പക്ഷേ നമുക്ക് കഴിയുമായിരിക്കും. പക്ഷേ നാം പരിമിതികളെ മാത്രം കാണുന്നു, ദൈവിക ഉദ്ദേശങ്ങളെ മറന്നു പോകുന്നു. ശരിയല്ലേ? എത്ര പേരോട് സുവിശേഷം പറയായിരുന്നു? 2024 ഞാനുള്ളത് പറയാൻ പോവാം. 2024 ഒരു ട്രാക്ട് പോലും കൊടുക്കാത്ത ഒത്തിരി പേര് ഈ കൂട്ടത്തിലുണ്ട്. ശരിയല്ലേ? ട്രാക്ട് ഇല്ലെങ്കിൽ തരാം, ഒരു കുഴപ്പമില്ല. ട്രാക്ട് ഇല്ലെങ്കിൽ തരാം. 2024 നീ അടുത്ത് നിൽക്കുന്നവരോട് എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞു, പക്ഷെ യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തി നിത്യതയിൽ കാണുമായിരുന്നു. നമ്മൾ നമ്മുടെ പരിമിതികളെ, നമ്മുടെ കുറവുകളെ
ഒരു ഒഴിവ് കഴിവായിട്ട് സൂക്ഷിക്കുമ്പോൾ, ഈ സഹോദരിയുടെ രണ്ടാമത്തെ പ്രത്യേകത, പരിമിതിയുള്ള ഈ സഹോദരി അവളുടെ പരിമിതികളെ ഒഴിവ് കഴിവായിട്ട് പറഞ്ഞില്ല എന്ന് തന്നെയാണ്. ആ 41 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. 41 വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് കണ്ടു. അടുത്ത കാര്യം, ധനവാന്മാർ വളരെ ഇട്ടു. ഇവിടെ ഈ ശ്രീഭണ്ഡാരം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ യഹൂദന്മാരുടെ ദൈവാലയത്തിൽ 13 പ്രത്യേക സംവിധാനങ്ങൾ, അറ്റം കാഹളത്തിൻ്റെ ആ പ്രത്യേക ആകൃതിയിൽ ധനമിടുവാനുള്ള, നമ്മുടെ ഭാഷ പറഞ്ഞാൽ എന്താ, ഈ ഭണ്ഡാരം, അതിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കാഹളത്തിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ 13 നിരത്തി വെച്ചേക്കാം. അതിൽ ഓർക്കണം, ഈ 9 യഹോവയ്ക്ക് എന്നാ അവർ പറയുന്നത്, 4 സാധുക്കളാണ്. അപ്പൊ ഈ പറയുന്ന കോപ്പർ കൊണ്ട്, ചെമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ശ്രീഭണ്ഡാരത്തിലെ 13 സ്തോത്രകാഴ്ചകൾ വാങ്ങിക്കുവാനുള്ള ഇതിലേക്ക് ചെറിയൊരു നാണയത്തൊട്ടിട്ട് ആരും കേൾക്കുകയില്ല. പക്ഷേ അതിൽ ചാക്ക് കണക്കിന് കൊണ്ടിടുമ്പോൾ എല്ലാവരും കേൾക്കും. കാഹളമൂതിക്കരുത് എന്ന് കർത്താവ് പറയുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. നിങ്ങൾ തന്നെ മേൽഭാഗം വായിച്ചു നോക്കണം. കർത്താവ് ശാസ്ത്രിമാരോട് സംസാരിക്കുക, കർത്താവ് പരീശന്മാരോട് സംസാരിക്കുക, അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് പറയുക. ധനവാന്മാർ കൊടുക്കുന്നതിനെ കർത്താവ് ഒരിക്കലും എതിർത്തിട്ടില്ല. ധനമുള്ളതൊരു പാപമല്ല, പക്ഷെ ധനം നിന്റെ യജമാനനാകുന്നത് പാപമാണ്. ആ ധനം കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കാത്തത് പാപമാണ്. നിനക്ക് തന്നിട്ടുള്ളത് സ്വർഗരാജ്യത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കർത്താവിൻ്റെ വേലയ്ക്ക് ആദ്യം സമർപ്പിക്കാത്തത് പാപമാണ്. പക്ഷെ ഈ സഹോദരിയെ സംബന്ധിച്ച് അവളുടെ പരിമിതി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇവൾ വരുന്ന വരവ് മനസ്സിൻ്റെ അകത്ത് ഞാൻ പലവട്ടം അത് ധ്യാനിച്ചു. എൻ്റെ കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞു. ഞാൻ ആ സഹോദരിയുടെ പേരറിയില്ലെങ്കിലും ആ സഹോദരി ഓർത്ത് പലവട്ടം സ്തോത്രം ചെയ്തു. ഞാൻ പറയട്ടെ, ആ വിധവയായ ദരിദ്രയായ സഹോദരി വരുമ്പോൾ നിരന്നിരിക്കുന്ന ശ്രീഭണ്ഡാരം, ആ ശ്രീഭണ്ഡാരത്തിൽ ചാക്ക് കണക്കിന് കാഹളം ഊതുന്നത് പോലെ എല്ലാവരെയും അറിയിച്ചിടുന്ന ഒരു വലിയ പുരുഷാരത്തിന് മധ്യയിൽ ഒരുപക്ഷെ ആരും കാണാതെ കൈക്കുള്ളിൽ ആ കാശിനെ പറ്റി പറയുന്നുണ്ട്. ദരിദ്രയായ വിധവയുടെ 2 കാശ് ചരിത്രം പറയുന്നത് അതിലും ചെറിയൊരു നാണയത്തുട്ട രാജ്യത്തില്ലായിരുന്നു. അതിലും ചെറിയൊരു നാണയത്തുട്ട്, അതിൽ കൂടുതൽ ചെറിയൊരു ചേഞ്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില്ലറ പൈസ ആ നാണയത്തിലില്ലായിരുന്നു, ആ രാജ്യത്തില്ലായിരുന്നു. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. ആ സഹോദരി അതുമായി വരുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ആരും അറിയാതെ ഒരു പക്ഷേ ഏതെങ്കിലും കീറത്തുണിക്കകത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ടായിരിക്കാം അവൾ വന്നത്. പക്ഷേ എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ 41 വാക്യത്തിൽ ആ ശ്രീഭണ്ഡാരത്തെ എല്ലാവരും കാണുകയാ. പക്ഷെ ശ്രീഭണ്ഡാരത്തിനെതിരെ ഇരിക്കുന്നവനെ ആരും ശ്രദ്ധിച്ചില്ല. ആ ശ്രീഭണ്ഡാരത്തിനെതിരെ ഇരിക്കുന്നവൻ ആരാണ്? അഖിലാണ്ടത്തിന് നാഥനാണ്, ദൈവപുത്രനാ. ആ ദൈവപുത്രൻ ശ്രീഭണ്ഡാരത്തിലേക്ക് യേശു നോക്കിക്കൊണ്ടിരുന്നു. കർത്താവിന് ചെമ്പ് കൊണ്ടുള്ളതായാലും സ്വർണം കൊണ്ടുള്ളതായാലും ഒരു പക്ഷേ തുണി കൊണ്ടുള്ളതായാലും അവിടുത്തെ കണ്ണുകൾക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ആളുകളുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് നോക്കുന്ന സർവശക്തനായ ദൈവപുത്രൻ അവിടെ ഇരിക്കുമ്പോൾ യേശു ശ്രീഭണ്ഡാരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചയിൽ കർത്താവ് വ്യക്തമായിട്ട് കണ്ട കാര്യങ്ങളുണ്ട്. അവിടെ അവളുടെ പരിമിതി അവൾ ഒരിക്കലും തടസ്സമായി കണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്താ പലതും ചെയ്യാത്ത? നമ്മൾ പറയും എനിക്ക് സമയമില്ല. അഖിലാണ്ടത്തിൻ്റെ നാഥന് സമയമുണ്ടാക്കിയിട്ടാണ് വന്നേ. സ്തോത്രം. സമയപരിധി ഇല്ലാത്തവൻ നമുക്ക് വേണ്ടി ക്രൂശിലേക്ക് ഇറങ്ങി വരാൻ സമയമുണ്ടാക്കിയെങ്കിൽ സമയമില്ല എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേലയോട് നാം ചെയ്യുന്ന നീതികേടല്ലേ? നമ്മൾ പറയും, ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളെ പോലുള്ളവർക്കല്ല. അതെന്താണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്കൊരുവനെ അറിയാം. 20 നൂറ്റാണ്ടുകൾക്ക് പിറകില് പലസ്തീനയുടെ മണ്ണില് ഭാരമേറിയ പച്ച മരക്കുരിശും വഹിച്ചുകൊണ്ട് യെരുശലേമിന്റെ തെരുവീതികളിലൂടെ വീണുമെഴുന്നേറ്റും തുപ്പലേറ്റും പരിഹസിക്കപ്പെട്ടും കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ടും
മാംസം പറിക്കപ്പെട്ടും കാൽവറിയുടെ ക്രൂശിൽ എല്ലാവരാലും അപമാനിക്കപ്പെട്ടും ഉയർത്തി നിർത്തിയ ഒരു മനുഷ്യനുണ്ട്. അത് എൻ്റെ കർത്താവ്. ആ കർത്താവിൻ്റെ മഹത്വം കാണുന്ന ഒരാൾക്കും കർത്താവിൻ്റെ വേലയെ ചെറുതായി കാണാൻ കഴിയുകയില്ല. പരിമിതികൾ പറയുകയില്ല. ഈ പരിമിതികളും ദൈവം തരുന്ന വഴികളാണെന്ന് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? പരിമിതികൾക്ക് ഒത്തിരി പാഠങ്ങൾ നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. ഞാൻ ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത് ഹോസ്പിറ്റലിലെ ബെഡിൽ കിടന്നുകൊണ്ടാണ്. ഹോസ്പിറ്റലിലെ ബെഡ് ഞാൻ മനസ്സിലാക്കിയത് ദൈവം തരുന്ന റെസ്റ്റാണെന്ന്. ആരും വിളിക്കത്തില്ല, മീറ്റിങ്സ് ഒന്നും ഉണ്ടാവില്ല. തിരക്കിൽ നിന്നൊക്കെ ദൈവത്തിനറിയാം ഇവനെ പിടിച്ച് ബെഡിലിട്ടാൽ മാത്രമേ ശരിയാവത്തുള്ളൂ. ഇത് പരിമിതിയാണെന്ന് നമ്മൾ കണ്ടാൽ അത് പരിമിതിയാണ്. പക്ഷെ ആ പരിമിതിക്കകത്ത് ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്. സ്തോത്രം. നിനക്ക് തന്നിട്ടുള്ള രോഗം, നിനക്ക് തന്ന പ്രയാസം, മറ്റാർക്കും വരാത്ത ചില സംഭവങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ ചോദ്യചിഹ്നങ്ങൾ, നീ വിമ്മിട്ടപ്പെട്ട് കരയുന്ന നിന്റെ ഗദ്ഗതമുണ്ടല്ലോ, അത് യേശുവിനുള്ള വഴിയാണ്. ആ പരിമിതി തിരിഞ്ഞു നോക്ക്. നമ്മൾ ഇത്ര എത്തുമെന്ന് ആരെങ്കിലും വിചാരിച്ചായിരുന്നു? ആരും തല പോലും അനക്കുന്നില്ല. അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും ഇല്ലല്ലോ അച്ഛാ. ഇവരാരും അവർ വന്ന് പോകുന്നിട്ട് പറയാം ആരും ചലിക്കരുത്, അങ്ങനെ വല്ലതും ഉണ്ടോ? ചിരിക്കരുത് ഉണ്ടോ? ഉണ്ടോ ആൻറ്റി? അങ്ങനെ വല്ലതും ഉണ്ടോ? ഞങ്ങളൊക്കെ സാധാരണ നിങ്ങളുടെയൊക്കെ മക്കളും സഹോദരന്മാരും ഒക്കെയാണ്. വ്യക്തമായി പറയട്ടെ, പരിമിതികൾക്ക് സ്വർഗീയ ഉദ്ദേശങ്ങളുണ്ട്. പരിമിതിയാണ് നീ ദൈവകാര്യത്തിൻ്റെ ഒഴിവ് കഴിവായി പറയുന്നതെങ്കിൽ അത് വലിയൊരു കുറ്റമായി ദൈവം എഴുതി വെക്കും. കാരണം എന്താ? ഈ ദരിദ്ര ഉള്ളിത്തട്ടിപ്പറ ആഗ്രഹിച്ചാൽ നമുക്കിന്ന് പലതും നേടാൻ പറ്റത്തില്ലേ? സാമ്പത്തികമായിട്ട് അലമാരി തുറന്നാൽ ഏതുടുക്കണം എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ദരിദ്രയാണ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാ ഫുഡും ഉണ്ട്, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുകയില്ല. കാര്യം എന്നാ? ഇല്ലാത്തതൊന്നും ഇല്ല. പക്ഷെ ഇവളെ ഒന്ന് നോക്ക്, ദരിദ്രയാ, പരമദരിദ്രയാ. ആ നാട്ടിൽ ഇനി ഇതിനേക്കാൾ ചെറിയൊരു ചില്ലറ പുള്ളിക്കാരിക്ക് കിട്ടാനായിട്ടില്ല. അതും ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ ദൈവപുത്രന്റെ മുൻപിലേക്ക് ആരും അറിയാതെ ശ്രീവണ്ണാരത്തിലേക്ക് പോകുമ്പോൾ അവളുടെ പരിമിതികളെ അറിയുന്നൊരു കർത്താവ്, അവളുടെ പരിമിതി അവൾക്ക് പ്രശ്നമല്ലെന്ന് ദൈവത്തിന് മനസ്സിലായി. സോ നിങ്ങൾ ഈ നിമിഷം വരെ പറയുന്ന എല്ലാ എക്സ്ക്യൂസുകളും ദൈവം ഇവിടെ ഇനി പറയരുത്. അതാണ് നിന്റെ ബലം എന്ന് ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൃപ പറ, എൻ്റെ കൃപ പറ. ഇങ്ങനൊന്നും പറഞ്ഞാൽ പോരാ. എൻ്റെ കൃപ നിനക്ക്, എനിക്കോ നമുക്കെല്ലാവർക്കും എൻ്റെ കൃപ നിനക്ക് മതി, എനിക്ക് മതി, അങ്ങനെ പറയ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികയുന്നു. ദൈവം ഉപയോഗിക്കുന്ന സകല ദൈവദാസന്മാരിൽ നല്ലൊരു ശതമാനം ബലഹീനരാണ്. ജംസായോ? അങ്ങനല്ലയോ? ആന്ന്. പലപ്പോഴും ഇത് കറിഞ്ഞ് മുറിക്കകത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് ദൈവത്തിനും ഞങ്ങൾക്കും മാത്രമേ അറിയുള്ളൂ. പക്ഷേ ആ പരിമിതികളെ പരിമിതിയില്ലാത്തൊരുവൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പരിമിതികൾ പിന്നീട് ഒരിക്കലും നമുക്ക് ഒഴിവ് കഴിവായിട്ട് പറയാൻ ദൈവം നമ്മളെ സമ്മതിക്കത്തില്ല. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. അട്ടെ, മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. ഈ സഹോദരിയുടെ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അതിന് 41, 42, 43 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 41 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു നോക്കിക്കൊണ്ടിരുന്നു, കർത്താവിനാൽ ശ്രദ്ധിക്കപ്പെട്ടവള. അതാണ് 42 ഞാൻ പറഞ്ഞു, ദരിദ്രയായ ഒരു വിധവ. 43 വാക്യത്തിൽ ഈ ദരിദ്രയായ വിധവ ഇവളോ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് അവളെ നോക്കി മനസ്സിലാക്കേണ്ടത്. കർത്താവ് ശ്രദ്ധിക്കുമ്പം 2 കാര്യം അവിടെയുണ്ട്. ആ 2 കാര്യം ഞാൻ വളരെ വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, കർത്താവ് ശ്രദ്ധിക്കുന്നത് ധൈര്യപ്പെടേണ്ടുന്ന വിഷയമാണ്, അല്ലേ? ഈ യാത്രയൊക്കെ ചെയ്യാൻ നേരത്തെ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ രാത്രിയിലൊക്കെ ഈ 1, 1:30 2 മണിക്കൊക്കെ വണ്ടി ഓടിച്ച് എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് ചെന്ന് പറ്റാൻ വേണ്ടി പോകുന്നൊരു പോക്കുണ്ട്. ഉണ്ട്. ആ പോക്കിൽ പലപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, കൂടെ ആരെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ. തോന്നിയിട്ടുണ്ടോ അച്ഛാ? കൂടെ ആരെങ്കിലും,
എത്രയോ വട്ടം, ഇന്നലെ രാത്രിയിലും തോന്നും. പക്ഷേ ജീവിതത്തിൻ്റെ പരിമിതികളിൽ കർത്താവ് അറിയുന്നു എന്നുള്ളത് ഒന്നാമത്തെ ധൈര്യമാണ്. അതാണ് മത്തായി സുവിശേഷം 6:18. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് എന്ത് തരും? പ്രതിഫലം തരും. രഹസ്യത്തിൽ കാണുന്ന പിതാവ്, രഹസ്യങ്ങളെ അറിയുന്ന കർത്താവ് ന്യായവിധിക്ക് മാത്രമല്ല നിന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നൊരു കർത്താവാണ്. അതാണ് സഹോദരിയുടെ പ്രത്യേകത. കർത്താവ് അവളെ അറിഞ്ഞു, കർത്താവ് അവളെ ശ്രദ്ധിച്ചു, കർത്താവിനാൽ അവൾ ശ്രദ്ധിക്കപ്പെട്ടു. അത് ധൈര്യമാ. അതിൽ തന്നെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ജാഗ്രതയുണ്ടാകണം. സർവജ്ഞാനിയുടെ കണ്ണുകൾ ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവിടുത്തെ കണ്ണിന് മുൻപില് താങ്ക് യു ആൻറ്റി, നഗ്നവും മലർന്നതുമായി കർത്താവിനാൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു തരത്തിൽ ധൈര്യവും മറുതലത്തിൽ ജാഗ്രതയുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ചിന്ത ഉണ്ടാവട്ടെ. കർത്താവിനെ അറിയുന്നു, അതിൻ്റെ ധൈര്യമാണ്. സ്തോത്രം. കർത്താവിനെ അറിയുന്നുണ്ട്. ആരും അറിഞ്ഞില്ലെങ്കിലും, എൻ്റെ കണ്ണുനീര് ആരും കാണുന്നില്ലെങ്കിലും, എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും, ഞാൻ വിശദീകരിച്ചാലും എന്നെ മാറ്റി നിർത്തുമെങ്കിലും, എന്നാൽ ഇന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ, അറിയേണ്ടുന്നവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ധൈര്യമാ. അതേസമയം എൻ്റെ ജീവിതം എത്ര സൂക്ഷ്മതയോടെ, വിശുദ്ധിയോടെ, അത് ജാഗ്രതയാണ്. 4-ാമത്തെ കാര്യം, അവൾ കർത്താവിനാൽ ശ്ലാഘിക്കപ്പെട്ടു എന്നുള്ളതും കാണാം. അതല്ലേ 43-44 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർത്തതാണ്. 43-ാം വാക്യത്തിൽ അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ വിധവയായ സഹോദരി എന്ത് ചെയ്തിട്ടുണ്ട്? അയ്യോ, അത് കർത്താവാ പറഞ്ഞത്. എന്നിട്ട് 44-ാം വാക്യത്തിൽ എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും, അടുത്ത വാക്ക്, ഉപജീവനം മുഴുവനും ഇട്ടു. ആ വാക്കുകൾ പിന്നെ വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം. വായിക്കുമോ? മിണ്ടുന്നില്ല. വായിക്കണം. വായിച്ചാൽ പലതും മനസ്സിലാവും. അവിടെ പറയുന്ന കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ കാണുവാൻ കഴിയുന്നത്, ഇവൾ എല്ലാവരേക്കാളും അധികം എന്തുവായിട്ട് ആ നാട്ടിലെ ഏറ്റവും ചെറിയ കാശ്. പക്ഷെ ഞാൻ പറയട്ടെ, ആ കാശ് കർത്താവിന് ഒത്തിരി വിലയുള്ളതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമുണ്ട്. അത് പറയുന്നത് തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കലൊരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ എനിക്ക് ഒരു കൂട്ടായ്മ ഒരു സഹോദരൻ കൊടുത്തു വിട്ടു. ആ കവറയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെ ജോലി ചെയ്ത അതിൻ്റെ കൈയുടെ പാട് അഴുക്കുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ വെറും ഏറ്റവും ചെറിയൊരു തുക. എന്നോട് കൊണ്ടുതന്ന സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ, നിങ്ങളുടെ അടുത്ത് വരാൻ അദ്ദേഹത്തിന് നാണമാണ്, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്നും അദ്ദേഹത്തോടൊരു നന്ദി പറയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ കൂട്ടായ്മ, ഉള്ളിൽ തട്ടി ഞാൻ പറയട്ടെ, ആ അഴുക്ക് പിടിച്ച കവറിലിട്ട് തന്ന ആ നാണയത്തുട്ടുകളാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർ മാറ്റിവെക്കുന്ന ചിലത് ആവശ്യമുണ്ട്. നമ്മുടെ സമൃദ്ധിയിൽ നമ്മൾ കൊടുക്കുന്നതൊന്നും തെറ്റല്ല, അത് തെറ്റൊന്നുമല്ല. പക്ഷേ നമ്മുടെ ആത്മാർത്ഥതയിൽ നമ്മൾ കൊടുക്കുന്ന, കർത്താവിൻ്റെ പാദത്തിൽ വെക്കുന്ന നമ്മുടെ ആരോഗ്യം അത് കൊടുക്കണം കർത്താവിന്. ഏത് സമയത്തും അത് തീരാ. മക്കളെ കൊടുക്കണം, വീട് കർത്താവിനായി കൊടുക്കണം. നമുക്കെന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം ആ പാദത്തിൽ വെക്കണം. ഇവിടുന്ന് പോകാൻ നേരത്ത് ഞാൻ ചെയ്തില്ലല്ലോ എന്നൊരു ദുഃഖമുണ്ടാകാതെ, ഇനിയെങ്കിലും നിന്റെ കയ്യിലുള്ള ആ ചെറിയ തുട്ടുമായി, അല്ല ദൈവം തന്നിട്ടുള്ള ഏത് വിഷയവുമായി കർത്താവ് ശ്ലാഘിക്കേണ്ടതിന് മുന്നിലേക്ക് വരിക. ആ ഭാഗത്ത് ഒരു വാക്ക് കൂടെ പറയുന്നുണ്ട്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവളെക്കുറിച്ച് പറഞ്ഞു. ആ സഹോദരി ഇത് അറിഞ്ഞോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ആ സഹോദരി ഒരിക്കൽ അറിയും. ഇന്ന് നമ്മൾ അവളെ പറ്റി പ്രസംഗിക്കുന്നതും പുള്ളിക്കാരി അറിയുന്നില്ല. പക്ഷേ
അവളോട് കർത്താവ് ഒരിക്കൽ ചേർത്ത് നിർത്തി പറയുന്നൊരു ദിവസമുണ്ട്. ആരും അറിയാതെ അവൾ ആ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. ചരിത്രം പറയുന്നത്, വേദപണ്ഡിതന്മാർ പറയുന്നത്, അടുത്ത നേരം ആഹാരം അവൾ കഴിക്കുവാൻ അവൾക്കിനിയില്ല. കാരണം മൊത്തം ഉപജീവനം. നമ്മൾ തന്നെ 10 പഴയ നിയമത്തിലാണ്. സുവിശേഷകന്മാർക്ക് മാത്രമല്ല, സാധുക്കളായ വിശ്വാസികൾക്ക്, സഹവിശ്വാസികൾക്ക്, വചനത്തിൽ അധ്വാനിക്കുന്നവർക്ക്, ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ വരുന്ന ഏത് വ്യക്തിക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് കൊടുക്കുവാൻ, പിടിച്ചു വെക്കാതെ കൊടുക്കുവാൻ, കണക്ക് നോക്കാതെ കൊടുക്കുവാൻ, അതെന്തായിരുന്നാലും, സമ്പത്തെങ്കിൽ സമ്പത്ത്, മക്കളെങ്കിൽ മക്കൾ, ആരോഗ്യമെങ്കിൽ ആരോഗ്യം, സമയമെങ്കിൽ സമയം, അത് യേശുവിന് കൊടുക്കാൻ കഴിയണം. അതാ ആ സഹോദരിയോട് കർത്താവ് ഒന്നും പറഞ്ഞതായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷേ അവളോട് കർത്താവ് പറയുന്നൊരു ദിവസം, അതൊന്ന് മനസ്സിൽ കണ്ടു നോക്ക്. അന്ന് നിന്നെ എവിടെ കാണുമോ? എന്നെ എവിടെ കാണുമോ? കാണും, രക്ഷിക്കപ്പെട്ടത് കൊണ്ട്. പോവാനൊന്നും നമുക്ക് വലിയ മനസ്സില്ല, ഇരിപ്പ് കണ്ടാൽ അറിയാം. കർത്താവ് വരുന്നു എന്നൊക്കെ പറഞ്ഞു, വരുന്നോ? കർത്താവ് വരുന്നു എന്നൊക്കെ പറഞ്ഞത് കേൾക്കുമ്പം നമ്മുടെ മക്കൾ ആരെങ്കിലും പഠിക്കുന്നവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞാൽ നമ്മൾ പറയുമോ, വന്നോ, വേണമെങ്കിൽ അങ്ങനെയാണോ? പിന്നെ എന്നാ, അയ്യോ കടയിലോടുന്നു, ചന്തയിലോടുന്നു, വീട് വൃത്തിയാക്കുന്നു, കൊച്ചിന് ഇഷ്ടപ്പെട്ടത് വെക്കുന്നു, യേശു വരുന്നുവെന്ന് പറഞ്ഞിട്ട് അനക്കമുണ്ടോ? കല്ലിന് കാറ്റ് പിടിച്ചോല്ലെങ്കിൽ ഇരിക്കുക, ചിരിക്കത്തുമില്ല, മിണ്ടത്തുമില്ല, അറിയാതെ പോലും കയ്യും കൊടുക്കുകയില്ല, അബദ്ധവശാൽ എന്നാ ഉണ്ടെന്ന് പോലും ചോദിക്കത്തില്ല. അത് മാറണം. നമ്മുടെ മധ്യയിൽ വേർപെട്ട ദൈവസഭകളിൽ പുതുതായി വരുന്ന ആളുകളെ ആകർഷിക്കുന്ന മാനുഷിക സംവിധാനങ്ങളില്ല. എന്നാൽ ആകർഷിക്കേണ്ടുന്ന ഒന്നുണ്ട്, ക്രിസ്തുവിൽ നിറയുന്നവരുടെ ഹൃദയത്തിനകത്തെ സ്നേഹം. അത് വരുന്നവർക്കറിയാൻ കഴിയുമെങ്കിൽ സഭകളിൽ ആളുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, എവിടെയാ പരാജയം സംഭവിച്ചത്? നാം മിണ്ടുമോ ആരോടെങ്കിലും? നമ്മുടെ ഇടയിൽ ഒരാൾ വന്നാൽ നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ പോകും. അവൻ കഴിച്ചിട്ടുണ്ടോ? അപ്പം ചോദിക്കും, ബ്രദർ അത് പാലിക്കുന്നുണ്ടോ? ചോദിച്ചാൽ മതി. എൻ്റെ ഹോളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആരെങ്കിലും വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ആരാധനയ്ക്ക് ഇരുത്തുകയുള്ളൂ. ഇത് അവരും കണ്ടുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അവർ പറയട്ടെ. മിണ്ടുവോ? ചോദിക്കുമോ? ഒരു കൈ കൊടുക്കുമോ? ഒന്ന് സ്നേഹത്തോടെ ചോദിക്കുമോ? സഹോദര, സഹോദരി എന്ന് നെഞ്ചകത്തിൽ തട്ടി ചോദിക്കുന്ന എത്ര പേര് കൂട്ടത്തിലുണ്ട്? അങ്ങനെ ഇല്ലെങ്കിൽ പ്രതിഫലം കിട്ടാൻ ലൈനിലൊന്നും നിൽക്കേണ്ട, തരികല. കാര്യം എന്നാ? സ്വർഗത്തിൽ ഒരിക്കലും പ്രോത്സാഹന സമ്മാനമുള്ളതായി ഞാൻ അങ്ങോട്ടേക്ക് പോയ സമയത്ത് നിർത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രോത്സാഹന സമ്മാനം പിന്നീട് പറയാം. അവസാനത്തെ വിഷയം, 5-ാമത്തെ കാര്യം എന്താ? 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു. ഞാൻ പറയട്ടെ, എന്താ അങ്ങനെ ചെയ്യാൻ അവൾക്ക് പറ്റിയത്? എന്താ അങ്ങനെ ചെയ്യാൻ പറ്റിയത്? കർത്താവിനോട് സ്നേഹമുണ്ട്, ആൻറ്റി പറഞ്ഞ് ശരിയാ. പക്ഷേ ഇച്ചിരൂടെ അടുത്തോട്ട് വരാമോ? ആ വാക്യത്തിൻ്റെ മേളിലോട്ട്. എന്നാ പറ, തെറ്റട്ടെ, കുഴപ്പമില്ല. അവൾ കർത്താവിനായി സമർപ്പിച്ച, എന്തോ ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളും പാടും, എല്ലാം ഞാൻ ചുമ്മാതാ, പിന്നെ എല്ലാം ഞാൻ ഏകിടുന്നു. അങ്ങനെയില്ല, ഉള്ളവരില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ ചുരുക്കാം. എല്ലാം ഞാൻ ഏകിടുന്നു. മാനസം, പറ, മാനസം കള്ളമല്ലേ? അവനവനോട് ചോദിച്ചേ, കള്ളമല്ലേ പാടിയത്? എല്ലാം കൊടുത്തോ? അട്ടെ, ഈ എല്ലാം കൊടുക്കുന്നതാണ് സമർപ്പണം. അത് ചെയ്യാൻ എന്നാ വരണം? അത് നല്ലൊരു ഉദാഹരണം, ഞാൻ അതിപ്പോൾ വിശദീകരിക്കുകയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് വന്നാൽ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിച്ചുകൊള്ളാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ കർത്താവ് നിൽക്കുമ്പോൾ പുരുഷാരം അവിടെ വചനം കേൾക്കാൻ തിക്കുകയാണ്. 2 പടക് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിലൊന്ന് പത്രോസിൻ്റെയാണ്. കർത്താവ് പത്രോസിൻ്റെ പടകിൽ കയറിയിരുന്നു. തുടർന്ന് കർത്താവ് വചനം പ്രസംഗിച്ചു കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, അങ്ങോട്ട് വല വീശാൻ പറഞ്ഞു. അവർ പറഞ്ഞു, കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞ വാക്കിനവർ വലയിറക്കി. പെരുത്ത മീൻകൂട്ടമൊക്കെ കയറുന്നുണ്ട്. എല്ലാവരും കൂടെ വലിച്ചകത്ത് കയറ്റി. അവിടെ വെച്ച് പത്രോസിന് ബോധ്യമുണ്ടായി, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകുന്നു.
അത് രക്ഷ. അതായത് എൻ്റെ കുറവ് കണ്ടു. ഈ കുറവ് കണ്ടിട്ട് അവിടെ നിർത്തിയില്ല. പുള്ളി പിന്നെ എന്നാ ചെയ്തു? താഴേക്ക് വരുമ്പം അതിൻ്റെ 11-ാം വാക്യത്തിൽ പിന്നെ അവർ പടകുകളെ വിട്ട് കരയ്ക്ക് നോക്ക് ഇപ്പം തീർക്കാം. നോക്കിക്കേ എന്നതാ 11-ാം വാക്യം. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും, ആ സകലവും എന്നുള്ളതിനൊരു അടിവര ഇട്ടണം, ബൈബിള് കീറാതെ. ഇപ്പം പത്രോസിനെ നോക്കിയേ, കൈക്കകത്ത് എന്തില്ല? വലയില്ല. ബോട്ടിൻ്റെ താക്കോലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ പങ്കായമില്ല. ഇത്രയും ദിവസം ഈ കരയ്ക്ക് അടുപ്പിക്കുന്നതിന് മുൻപ് കടലിൽ പോകുന്ന പത്രോസ് ചേർത്ത് പിടിച്ചതെല്ലാം ഇപ്പോൾ അവിടെ അങ്ങിട്ടു. ഇപ്പോൾ ആരുടെ പുറകെയാ? കർത്താവിൻ്റെ പുറകെയാ. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്നാ? ഇതാ. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ എനിക്ക് പറ്റുന്നത് കൊടുക്കാമെന്നും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്നും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അവരെ ഒന്നും കർത്താവ് ഈ കണക്കിൽ കൂട്ടുകയില്ല എന്നാണ് എൻ്റെ പക്ഷം. സമർപ്പണമെന്ന് പറഞ്ഞാൽ അതല്ല, കരയ്ക്ക് ഇട്ടിട്ട് മുന്നോട്ട് പോവുക. ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. ആ ദരിദ്രയായ സഹോദരിയെ പറ്റി പറയുകയാണ്. അവളുടെ സമർപ്പണം. ഇനി അവളുടെ കയ്യിൽ ഉപജീവനത്തിന് അവൾ അധ്വാനിക്കാതെ അവളുടെ സ്വത്ത് എന്ന് പറയാൻ കയ്യിലൊരു നയാ പൈസയില്ല. കാരണം അവൾ സമർപ്പിക്കപ്പെട്ടപ്പോൾ അതെല്ലാം അവൾ ക്രിസ്തുവിൻ്റെ പാദത്തിൽ കൊടുത്തു കഴിഞ്ഞു. അവിടെ നിന്നാണ് കർത്താവ് അവളെ പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അത് എഴുതിയിട്ടില്ല. അങ്ങനെ ഇട്ടതുകൊണ്ടാണ് ഇന്ന് അവളെ പറ്റി പ്രസംഗിച്ചത്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, കൊടുത്തിട്ടുണ്ടോ കർത്താവിനെല്ലാം? സമർപ്പിച്ചിട്ടുണ്ടോ? സമർപ്പിക്കാത്ത എത്രയോ മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ശരിയല്ലേ? അവനവനെ അടുത്തിരിക്കുന്ന ആളെ നോക്കി കേക്കടാ അങ്ങനെ പറയരുത്. അവരവരുടെ കാര്യം. ബ്രദറെ, അവളുടെ കാര്യം പറഞ്ഞ സന്തോഷമെന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ആരും വരണ്ട. നിന്നോട് വല്ലതും പറഞ്ഞോ? നീ നന്നായോ? ദൈവസന്നിധിയിൽ ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് വന്നാൽ 2025 ചില ആത്മാക്കളെ ദൈവം നിനക്ക് തരും. നിന്റെ ജീവിതത്തിനെതിരെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകും. ദൈവം നിന്നെ ഉപയോഗിക്കുന്ന നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു തൃപ്തിയുണ്ടല്ലോ, അത് ലോകത്തിൽ ഒരു സമ്പാദ്യത്തിനും തരുവാൻ കഴിയുകയില്ല. ഒരു കൈത്തിരി പോലെ നമ്മുടെ ജീവിതം എരിഞ്ഞടങ്ങി ക്രിസ്തുവിനാണ് അത് എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്ക് വരണമെങ്കിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണം ഈ വർഷത്തിന്റെ ഒടുവിൽ സഹോദരിമാരെ നിങ്ങൾക്ക് ആവശ്യമാണ്. അത് കർത്താവ് തരട്ടെ. എല്ലാ നന്മകളാലും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദിയോടെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ വചനം ദൈവം നമ്മെ കേൾപ്പിച്ചു. ദൈവം നമുക്കുള്ള പരിമിതികൾ അതറിയുന്നു. ആ പരിമിതികളുടെ നടുവിലും നമുക്ക് മറഞ്ഞിരുന്ന് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ശക്തമായി ഇടപെട്ടു.